ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഹ്യുണ്ടായി ഇതുവരെ ഇന്ത്യയിൽ ഒരു പ്രോപ്പർ ബഡ്ജറ്റ് ഇ വി അല്ലെങ്കിൽ ഈവൻ നല്ല ഇ വിസും ഒരു കുറഞ്ഞ പ്രൈസ് പോയിന്റിൽ അങ്ങനെ ഇറക്കിയിട്ടില്ല. പണ്ട് അവർ കോന ഇ വി ഇറക്കിയായിരുന്നു, പക്ഷെ അത് ജസ്റ്റ് സ്റ്റാർട്ടിങ് 2019 ഇറക്കിയത് കൊണ്ട് തന്നെ അധികം ആൾക്കാർ വാങ്ങിയില്ല. പിന്നെ അവരത് അപ്ഡേറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ആ വണ്ടി അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ പ്രീമിയം പ്രൈസ് പോയിന്റ് 45 ലാക്സിനടുത്ത് എക്സ്ഷോറും വരുന്ന രീതിയിൽ ഐനിക് 5 ആണ് ഇറക്കിയത്. പക്ഷേ എന്നാൽ ബഡ്ജറ്റ് ഇ വിയിൽ ഭരിക്കുന്ന ഒരു കമ്പനി ഉണ്ട്, അതാണ് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് അഥവാ TPEML എന്ന് പറയാം. അതാണ് അവരുടെ ഇലക്ട്രിക് സബ്സിഡിയറിയുടെ പേര്. എനിവേ, ഇപ്പോൾ ഹ്യുണ്ടായി ഗ്ലോബലി ഒരു പുതിയ ഇലക്ട്രിക് SUV കാണിച്ചിട്ടുണ്ട്. അതും ഇത് ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഹ്യുണ്ടായുടെ വരാൻ പോകുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ്, അതായത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള SUV ആയിരിക്കും എന്നാണ് അവർ പറയുന്നത് ഇലക്ട്രിക് കാറ്റഗറിയിൽ. ഈ വാഹനം നമുക്ക് ഇതിനു മുമ്പ് ചിലപ്പോൾ കണ്ടുപരിചയം ഉണ്ടായിരിക്കും, ഇന്ത്യയിൽ വന്നിട്ടില്ല. പക്ഷേ അവർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കാസ്പർ എന്ന് പറഞ്ഞൊരു മൈക്രോ SUV അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ബേസ്ഡ് ആയിട്ടാണ് ഇവരിപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയ വാഹനം ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഹ്യുണ്ടായി ഇൻസ്റ്റർ എന്നാണ്. കാസ്പർ പോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു നെയിമിംഗ് പോലെ ചിലപ്പോൾ തോന്നുമായിരിക്കും. നമുക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റൻഡ് വേർഷനായ എക്സ്റ്റർ അവൈലബിൾ ആണ്. ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ബേസ്ഡ് ആണ് നമുക്ക് ഇന്ത്യയിൽ വരുന്ന വാഹനം. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ കാസ്പറിൽ കണ്ട പോലത്തെ സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ഫോമിലാണ് ഇതിൻ്റെ അകത്തും ചെയ്തിരിക്കുന്നത്. ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോസ്റ്റിൽ വരുന്ന DRLs ഒരു പിക്സലേറ്റഡ് പോലെ സ്ക്വയർ ബോക്സസിനകത്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മൊത്തം ഒരു ബ്ലാക്ക് പാനലിൽ വരുന്നു, നടുവിൽ ഹ്യുണ്ടായുടെ ലോഗോ. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഓഫ് ആണ്. പക്ഷേ നമുക്കവിടെ റൗണ്ട് ആയിട്ടുള്ള DRLസും അതുപോലെ അതിൻ്റെ അകത്തായിട്ട് തന്നെ നമുക്ക് മെയിൻ ഹെഡ് ലാമ്പ്സിൻ്റെ ഏരിയ ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ. അതായത് കാസ്പർ പോലെയാണെങ്കിലും ചെറിയ രീതിയിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടി കാസ്പർ പോലെയല്ല. കാസ്പർ വളരെ ചെറിയൊരു വാഹനമായിരുന്നു, 3.6 മീറ്റേഴ്സിനടുത്ത ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിക്ക് കുറച്ചും കൂടെ വലുപ്പമുണ്ട്, 3.8 മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത് വരുന്നുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന എക്സ്റ്ററിനേക്കാൾ ഏകദേശം 10 മില്ലിമീറ്റേഴ്സോളം ഈ ഒരു വാഹനത്തിന് ലെങ്ത് കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ വിട്ട് കുറവാണ്. എക്സാക്ട്ലി 100 മില്ലിമീറ്റേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് വരുന്നത് വിട്ടിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഈ വണ്ടി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ എക്സ്റ്ററൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി ചെറുതായിട്ട് തോന്നുന്നു. പക്ഷേ ലെങ്ത് എന്തായാലും അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന എക്സ്റ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. ഈ വാഹനത്തിനകത്ത് പിന്നെ മെയിനായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ അലോയ് വീൽസ് ആണ്. 17 ഇഞ്ച് വരെ മാക്സിമം സൈസുള്ള അലോയ് വീൽസ് അവർ ഇതിനകത്ത് അതും ഈ ചെറിയൊരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിലൊക്കെ 17 ഇഞ്ച് കിട്ടുന്ന അബോവ് 4 മീറ്ററിലേക്ക് പോകണം. സബ് 4 മീറ്റർ SUVസിൽ പോലും കിട്ടില്ല. അപ്പോഴാണ് ഒരു ഇത്രയും ചെറിയ വണ്ടിയിൽ 17 ഇഞ്ച് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നത്. 5EVയിൽ വരെ നമുക്ക് മാക്സിമം 16 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ബാക്കിൽ ഡോർ വരുന്നുണ്ട്. അതിൻ്റെ ഡോർ ഹാൻഡിൽസ് നമ്മൾ ഈ സ്വിഫ്റ്റിലും അൾട്രോസിലൊക്കെ വരുന്ന പോലെ ഹിഡൻ ആണ്. സി പില്ലറിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് അത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് മൊത്തത്തിൽ ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ അത്യാവശ്യം അപ്പീലിംഗ് ആണ്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പം ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ പിന്നെ നിരാശരായേക്കാം. കാരണം ഇവിടെയും നമുക്ക് ഭയങ്കര ഒരു ചെറിയ വണ്ടിയുടെ ലുക്ക് ഈ വാഹനത്തിന് തോന്നും, വിട്ട് വളരെ കുറവായതുകൊണ്ട്. പിന്നെ കാസ്പറുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ഫോമിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഹ്യുണ്ടായുടെ ഇലക്ട്രിക് വണ്ടികൾ വരുന്ന പോലെ പിക്സലേറ്റഡ് ലൈറ്റ്സ് ഉണ്ടല്ലോ, ഈ സ്ക്വയർ ഷേപ്പിൽ, അങ്ങനത്തെ ടെയിൽ ലാംപ്സിൻ്റെ ഒരു പാറ്റേൺ അവർ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താഴത്തായിട്ട് നമുക്ക് ബാക്കി മെയിൻ സാധനങ്ങളൊക്കെ ലൈറ്റിങ്ങിൻ്റെ സെറ്റപ്പ് അവൈലബിൾ ആണ്. അത് ബമ്പറിനായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, മുകളിലല്ല കൊടുത്തിരിക്കുന്നത്. മുകളിലാകപ്പാടെ നമുക്ക് ആ ബ്ലാക്കിൻ്റെ അകത്ത് വരുന്ന ലൈറ്റിംഗ് സെറ്റപ്പ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ബാക്കിൽ വൈപ്പറും വാഷറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫങ്ഷണൽ റൂഫ് റെയിൽസ് ആണ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ലോഡൊക്കെ കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻഡിനെയും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിലുള്ള ബാക്ക് ഏകദേശം ഫ്രണ്ട് പോലൊക്കെ തന്നെയുണ്ട്. ആകെപ്പാടെ ലൈറ്റ്സ് റെഡ് ആണെന്നുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പക്ഷേ സിമിലാരിറ്റീസ് ഉണ്ട് ബാക്കും ഫ്രണ്ടും തമ്മിൽ. എക്സ്റ്റീരിയർ ഓക്കെ ആണെങ്കിലും ഇൻറ്റീരിയർ ആണ് എനിക്ക് വാഹനത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. നമുക്ക് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും വരുന്നില്ല. ഒബ്വിയസ്ലി ഹ്യുണ്ടായി ആണ്, അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതിനകത്ത് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10.25 ഇഞ്ചിന് ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്, 10.25 ഇഞ്ചിന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അത് നമ്മൾ LKSR-ലൊക്കെ കണ്ട സെയിം ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വയർലെസ് ചാർജർ ഉണ്ട്, ഓട്ടോ AC ഉണ്ട്, അതുപോലെ 360° ക്യാമറ അവൈലബിൾ ആണ്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഉണ്ട്. ഇതൊന്നും അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അവൈലബിൾ ആണ്. അതുകൊണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അതും കുറച്ച് യൂണീക്കാണ്. നമ്മൾ ഇപ്പോഴത്തെ പുതിയ ഹ്യുണ്ടായുടെ ഇലക്ട്രിക് വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്ത് നടുവിൽ ലോഗോയ്ക്ക് വരും അവർ കുറച്ച് കുത്തൊക്കെയാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ ഡിസൈനും അത്യാവശ്യം രസമുള്ള സംഭവമാണ്. പിന്നെ കൺട്രോൾസും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നടുവിലായിട്ട് നമുക്ക് സെൻറ്റർ കൺസോൾ ഡ്രൈവ് മോഡ് സെലക്ടർ ഒന്നും വരുന്നില്ല. അതായത് ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, ആ സംഭവത്തിലുള്ള കൺട്രോൾസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ സ്റ്റോക്കിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വൈപ്പറിൻ്റെയും ഹെഡ് ലാമ്പിൻ്റെയും കൺട്രോൾ ആണല്ലോ പൊതുവെ സ്റ്റിയറിംഗിൻ്റെ സൈഡിലുള്ള സ്റ്റോക്കിൽ വരാറ്. ഇവിടെ പക്ഷേ നമുക്കിപ്പം മെർസിഡീസിലൊക്കെ കാണുന്ന പോലെ തന്നെ അങ്ങനത്തെ ഒരു ഡ്രൈവ് മോഡ് സെലക്ടറാണ് സൈഡിലായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. സോ അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നി. പിന്നെ എനിക്കിതിനകത്ത് ആകെപ്പാടെ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ AC വെൻസിൻ്റെ ഡിസൈനാണ്. പ്രത്യേകിച്ച് നടുവിൽ വരുന്ന ആ ഒരു വെൻസ്, അത് പഴയ വണ്ടികളിലൊക്കെ
വരുന്ന പോലത്തെ ആ ഒരു ഡിസൈൻ പോലെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല, പക്ഷേ എനിക്കെന്തോ പേഴ്സണലി അതൊരു ഇത്തിരിയും കൂടെ മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ വളരെ നല്ലതായനെ എന്ന് പറയാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആ ഒരു ഒറ്റ പോയിന്റ് മാത്രമേ എനിക്ക് സ്ട്രൈക്ക് ചെയ്തുള്ളൂ. അല്ലാണ്ട് ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ നല്ലതാണ്, ക്വാളിറ്റി വൈസ് നല്ലതാണ്. ഹ്യുണ്ടായി ആണല്ലോ, അതിപ്പോൾ എന്തായാലും ക്വാളിറ്റി നല്ലതായിരിക്കും. പിന്നെ ഇൻ്റർനാഷണൽ വണ്ടി ആയതുകൊണ്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഈവൻ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷനുണ്ട്, അത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. കണ്ടാൽ ചെറുതാണെങ്കിലും ആവശ്യത്തിന് സ്പേസ് ഉള്ളൊരു വാഹനമാണത്. 280 ലിറ്റേഴ്സിനടുത്ത് ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. 350 ലിറ്റേഴ്സിനടുത്ത് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, കാരണം ഇതിൻ്റെ സീറ്റ്സ് സ്ലൈഡ് ആവും. അപ്പോൾ ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ഇതിനകത്ത് കിട്ടും. പക്ഷേ ഈ ഒരു സൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള സഫിഷ്യൻറ്റ് ബൂട്ട് സ്പേസ് അവരിപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് മെയിൻ പോയിന്റിലേക്ക് കടക്കാം, ഈ വാഹനത്തിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിനകത്ത് ബേസിക്കലി നമുക്ക് 2 ബാറ്ററി പാക്കാണ് വരുന്നത്. ഒന്ന് 42 kWh അടുത്ത് സൈസ് വരുന്ന ബാറ്ററി പാക്കും, പിന്നെ ഒരു 49 kWh സൈസ് വരുന്ന ബാറ്ററി പാക്കുമാണ്. ഇതിനകത്ത് പവറിൽ ചെറിയ വ്യത്യാസമുണ്ട്. 42 വരുന്നതിൻ്റെ അകത്ത് 96 bhp കിട്ടുന്നുള്ളൂ, പക്ഷേ 49 വരുന്നതിൻ്റെ അകത്ത് 114 bhp പവർ കിട്ടുന്നുണ്ട്. ടോർക്ക് രണ്ടിനും സെയിം ആണ്, 147 Nm ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ക്ലെയിംഡ് റേഞ്ച് നമുക്ക് ലോവർ സ്പെക് മോഡൽ 300 കിലോമീറ്റേഴ്സിനടുത്തും, അതുപോലെ 49 kWh വരുന്ന മോഡലിൽ 350 കിലോമീറ്റേഴ്സിനടുത്തുമാണ് വരുന്നത്. അതും കറക്റ്റായിട്ട് അത്രയും കിട്ടും കേട്ടോ. ഇത്രയും വലിയ ബാറ്ററി പാക്കിൽ നിന്ന് 350 കിലോമീറ്ററെങ്കിലും റേഞ്ച് കിട്ടിയില്ലെങ്കിൽ അത് വളരെ മോശമാണ്. റിയൽ ലൈഫ് റേഞ്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും പറയാം. മാത്രമല്ല ഇത് WLTP ക്ലെയിംഡ് റേഞ്ചാണ്. ഈവൻ നമ്മുടെ 5 EV ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇത്രയും വലിയ സൈസുള്ള ബാറ്ററി പാക്കൊന്നും അല്ല വരുന്നത്. 35 kWh സൈസ് വരുന്നുള്ളൂ. അതായത് ഇതിൻ്റെ എൻട്രി ലെവൽ മോഡൽ വരുന്നതിലും ചെറിയ ബാറ്ററി പാക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് 400 കിലോമീറ്റേഴ്സിന് മുകളിൽ ക്ലെയിംഡ് റേഞ്ച് വരുന്നുണ്ട്. റിയൽ ലൈഫിൽ അത്രയും കിട്ടില്ല, അതാണ് വേറെ സംഭവം. റിയൽ ലൈഫിൽ 200 കിലോമീറ്റേഴ്സ് 250 വരെയൊക്കെ മാക്സിമം കിട്ടുന്നത് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലെയിംഡ് നമ്പേഴ്സും അതുപോലെ വലിയ ബാറ്ററി പാക്കാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിലും അത് അത്യാവശ്യം ഹയർ സപ്പോർട്ട് ഉണ്ട്. 120 kWh വരെ മാക്സിമം സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 30 മിനിറ്റ്സിനടുത്ത് നമുക്ക് ഈ വാഹനം ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. 5 EV ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 50 kWh വരെയുള്ള സപ്പോർട്ട് മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ആക്ച്വലി 5 EV അവർ ഗ്രൗണ്ട് മറ്റേ സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചർ പോലത്തെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയതുകൊണ്ട് 400 volt ആർക്കിടെക്ചർ അവർക്ക് പിടിക്കാൻ പറ്റി. അതുകൊണ്ടാണ് 50 kWh എങ്കിലും അടുത്ത ചാർജിങ് സ്പീഡ് കിട്ടിയത്. നെക്സോൺ EVക്കൊക്കെ 30 kWh അടുത്തേ ഉള്ളൂ, അത് വളരെ കുറവാണ് ശരിക്കും. എനിവേ ഹ്യുണ്ടായി അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. പിന്നെ ഈ വാഹനം ഒരു ഗ്രൗണ്ട് സ്റ്റെപ്പ് EV ഒന്നും അല്ല. ഇതും ഞാൻ ഓൾറെഡി പറഞ്ഞു, കാസ്പർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ സ്കേറ്റ് ബോർഡ് EV പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പെട്രോൾ പവർഡ് മോഡലിൻ്റെ പ്ലാറ്റ്ഫോം എടുത്ത് മാറ്റിയിട്ട് ഇലക്ട്രിക് ആക്കിയത് തന്നെയാണ് ഈ വാഹനം. പിന്നെ ഇത് ഇന്ത്യയിലേക്ക് വരൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഈ വണ്ടിയായിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ട കാര്യമില്ല, കാരണം ഇതൊരു ഇൻ്റർനാഷണൽ സ്പെക്കിൽ വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഇത് ഇന്ത്യയിലേക്ക് വരും എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവർ കാസ്പർ ഇന്ത്യയിൽ ഇറക്കണമായിരുന്നു, പക്ഷെ അത് ഇറക്കില്ലല്ലോ. അതിന് പകരം അവർ ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റർ പോലത്തെ ഒരു വണ്ടി ഇറക്കി. പക്ഷേ എക്സ്റ്റർ പോലത്തെ ഒരു വണ്ടി അവർ ഇന്ത്യക്ക് വേണ്ടി ഇറക്കിയ സ്ഥിതിക്ക് നമുക്ക് അതുപോലത്തെ ഒരു ഇലക്ട്രിക് വാഹനം ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാം. അതായത് ഏകദേശം ഈ ഒരു സൈസും ഡയമെൻഷൻസും അതുപോലെ കൺഫിഗറേഷൻസും ഒക്കെ വരുന്ന രീതിയിലുള്ളൊരു വണ്ടി തീർച്ചയായും ഇന്ത്യയിൽ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ക്രെറ്റ EVയും അതുപോലെ അവരുടെ ബാക്കി കുറച്ച് ഇൻ്റർനാഷണൽ വാഹനങ്ങൾ EVs കുറച്ച് പ്രീമിയം EVs ഒക്കെ വന്നതിന് ശേഷം തീർച്ചയായും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള 5 EV ഒക്കെ റൈവൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വണ്ടി അവർ ഇറക്കുമായിരിക്കും. എന്തായാലും തൽക്കാലത്തേക്ക് നമുക്കിതാണ് ഹ്യുണ്ടായി ഇൻസ്റ്റർ EVയെ പറ്റി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.